നമസ്കാരം സുഹൃത്തുക്കളെ. മൈ വേ ബൈ കല്യാണി അങ്ങനെ ഒരു ബ്ലോഗറെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. സംഭവം എന്താണെന്ന് അറിയാമോ? ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് പുള്ളിക്കാരി. ഇപ്പം അങ്ങനെയാണ് നിലവിൽ. അതായത് ലോകത്തുള്ള സകലമാന സാധനങ്ങളും ഈ ഓൺലൈനിൽ വില കുറഞ്ഞതും വില കൂടിയതും കട്ടുകടച്ചാണി എല്ലാം മുഖത്ത് വാരി തേച്ച് ഈ പ്രൊമോഷൻ നടത്തിയിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അതിൻ്റെ മുഖത്തെല്ലാം എന്തൊക്കെയോ പാടുകൾ വന്നു. അത് ട്രീറ്റ് ചെയ്യാൻ ഒരു ഡോക്ടർ ഫാത്തിമ നിലൂഫർ എന്ന് പറയുന്ന ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ചെല്ലുന്ന ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടിങ് ചെയ്യുന്നു. അവരോട് കൊളാബ് ചോദിക്കുന്നു. അവർ കൊളാബ് കൊടുക്കാത്തതിൻ്റെ പേരിലാണെന്ന് പറയുന്നു. ഈ പറയുന്ന ക്ലിനിക്കിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒക്കെ ഒരു സംഭവമാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ ഈ പറഞ്ഞ ബ്യൂട്ടി പ്രോഡക്ട്സ് ഓരോ ബ്ലോഗർമാർ ഇടുന്നത് കണ്ടിട്ടാണ് അതിൻ്റെ പുറകെ ഓടുന്നത്. സത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നമുക്കൊക്കെ അറിയാം. എന്നാലും അവരിങ്ങനെ വിശ്വസിപ്പിച്ച് നമ്മളെ അതുപോലെ വിശ്വസിച്ച് പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ച് പോയി മേടിക്കുന്നു എന്നുള്ളതാണ്. ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ പറയുകയാണ്, പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നമുക്ക് എത്ര നാൾ ഉപയോഗിച്ചാലാണ് നമുക്കത് ചേരുന്നതാണോ ചേരാത്തതാണോ? ഓരോരുത്തരുടെയും സ്കിന്ന് വ്യത്യാസമാണ്, ടോൺ വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും പാരമ്പര്യം അനുസരിച്ച് സ്കിന്നിൻ്റെ ടോണും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതൊന്നും നോക്കാതെ ചുമ്മാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അതെല്ലാം വാരി തേച്ചിട്ട് എന്തായാലും കൊള്ളാം. ഈ കല്യാണിയെക്കുറിച്ച് അവരുടെ ശരിക്കുള്ള പേര് അങ്ങനെയല്ല കേട്ടോ. അവർ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവർ ഈ പ്രോഡക്റ്റൊക്കെ മുഖത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഡാമേജ് ആ മുഖത്തൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് എൻ്റെ മുഖത്തെല്ലാം പാടുകളുണ്ടായി. അപ്പോൾ പരസ്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും പല സിനിമാടന്മാരെ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെയാണ് സിനിമാടന്മാർ ഒത്തിരി വന്നിട്ട് ഈ പരസ്യങ്ങളിൽ ഏർപ്പെടുന്നത്. തമിഴിൽ അത്ര അധികം ഈ പറഞ്ഞ രജനീകാന്ത് ഒന്നും ഒരു പരസ്യത്തിൽ പോലും വരാത്ത ആൾക്കാരാണ്. കാരണം അവർക്കൊരു അതിനെക്കുറിച്ച്, അതായത് അവർ പറയുന്ന അവർക്കറിയാത്തൊരു കാര്യം അവർ പ്രൊമോട്ട് ചെയ്യുമ്പം അത് ആൾക്കാർ അദ്ദേഹത്തെ വിശ്വസിച്ച് അത് മേടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പുള്ളിയും കൂടി ഉത്തരവാദിയാണ്. അത് കറക്റ്റായിട്ടൊരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അവർക്കുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു പരസ്യങ്ങളിലും അഭിനയിക്കാത്തത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രജനീകാന്തിനെ നമുക്ക് ഒരു പരസ്യത്തിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ കമൽഹാസനാണേലും ഒന്നും അവരെയൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ചിന്താശക്തി അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ എലാൻസും ഈ പറഞ്ഞ ലക്ഷ്യ ഇതിൻ്റെയൊക്കെ പരസ്യത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവരുടെ ഒന്നും മക്കൾ അവിടെ പഠിച്ചിട്ടല്ല അവർ ഈ പറയുന്നത്. അവർക്ക് പൈസ കിട്ടുന്നു, അവരത് ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പരസ്യമൊക്കെ ചെയ്യേണ്ടത് അവിടെ പഠിച്ച കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത്. അവരിപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞെങ്കിലാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ അവിടെ വിടാനുള്ള ഒരു വിശ്വാസം നമുക്ക് കിട്ടുക. അല്ല മോഹൻലാലും മമ്മൂട്ടി വന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ആരുടെയും മക്കൾ അവിടെ അടിച്ചിട്ടല്ല ഇവർ ഈ പറയുന്നത്, നമുക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ബ്യൂട്ടി പ്രോഡക്ട്സും. ഈ പറയുന്ന വ്ളോഗർമാരൊക്കെ ഓരോ ബ്യൂട്ടി പ്രോഡക്ട്സ് കണ്ടിട്ട് അത് വില കുറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഇത്രയും പ്രോഡക്ട്സ് എനിക്ക് കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് 2-3 പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തായിരിക്കും എന്ന് പോലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രോഡക്ട്സ് നല്ല പ്രോഡക്റ്റിനൊക്കെ നല്ല വില തന്നെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല, ഇല്ലേ? നമ്മളിപ്പം 250 രൂപയുടെ ഒരു ചുരിദാർ എടുക്കുന്നതും 350 എടുക്കുന്നതും 1500 എടുക്കുന്നതും 5000 എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇതിലും ഉണ്ടാവുമെന്നെങ്കിലും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവേണ്ടതാണ്. പക്ഷെ അതുപോലും പലരും ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നില്ല. നമ്മുടെ മുഖത്ത് തേക്കുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുന്ന സാധനങ്ങൾക്ക് നമ്മൾ അത്രയും ചിന്ത കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും അങ്ങനെയാണ്. കാരണം നമ്മൾ വീട്ടിലിടാൻ 250 രൂപയുടെ ടോപ്പ് എടുത്താൽ നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകാൻ നമ്മൾ ചിലപ്പോൾ 3000, 4000, 5000 ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് സാധാരണക്കാരും ഉണ്ട്. 300 രൂപ അല്ലെങ്കിൽ 400 രൂപയുടെ ഒക്കെ എടുക്കുന്നവരുമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം 250ൻ്റെ ക്വാളിറ്റി അവിടെ കിടക്കുന്നു, 3000ൻ്റെ 5000ൻ്റെ ക്വാളിറ്റി അവിടെ കിടക്കുന്നു. രണ്ടും തമ്മിൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ മുഖത്ത് തേക്കുന്ന ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് 100 രൂപയ്ക്ക് കിട്ടുന്ന 100 രൂപയ്ക്ക് നിങ്ങൾക്ക് 99 രൂപയ്ക്ക് എനിക്ക് ഇത്രയും സാധനം കിട്ടിയെന്ന് പറഞ്ഞൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതാണ്. അത്രയും സാധനം കിട്ടുമ്പം ആ സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനത്തിന് ചിലപ്പോൾ 800, 900, 1000 രൂപയൊക്കെ നല്ല പ്രോഡക്റ്റിനാകും. അപ്പം വേറെ അതിനെക്കാട്ടിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടതായിരുന്നു, നമ്മുടെ മുഖത്തൊരു കുരുവോ പാടോ വന്നാൽ ഇവരാരെങ്കിലും പറയുന്നത് നോക്കിയിട്ടല്ല നമ്മൾ പോയി മേടിച്ച് തേക്കേണ്ടത്. കൃത്യമായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ വേണം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ്, നമുക്ക് തേച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ. അല്ലാതെ ചുമ്മാ ഇവരൊന്നും പറയുന്നത് കേട്ട് ഇവർക്കൊക്കെ എന്ത് ക്വാളിഫിക്കേഷനാണ് ഇത് പറയുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ചിന്തിച്ചൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചോദിക്കുന്നത്. അതായത് ഇവർ പറയാൻ ഒരു ഡോക്ടറിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ മൈ വേ ബൈ കല്യാണം എന്ന് പറയുന്ന കുട്ടി വളരെ അധികം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഡോക്ടർ കൃത്യമായിട്ട് വന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൾക്കാർ എൻ്റെ കമൻറ്റിൽ വന്ന് പറയുന്നത് കല്യാണി കൊളാവി ചോദിച്ചിട്ട് കിട്ടാത്ത അതിൻ്റെ ഇരട്ടി അഡ്വർടൈസ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ഈ കല്യാണിയുടെ ഈ നെഗറ്റീവ് വ്ളോഗിലൂടെ കിട്ടിയിരിക്കുന്നത്. അതായത് നല്ലൊരു ഡോക്ടറെ തപ്പിയിരുന്നവർക്ക് പലർക്കും നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നൊക്കെയാണ് അതിനടിയിൽ വന്ന് കമൻറ്റ്. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നല്ലൊരു ഡോക്ടേഴ്സ്, നമ്മൾ ഈ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ തപ്പി നടക്കാറുണ്ട്.
അപ്പം എന്നാലും ആ ഡോക്ടറിൻ്റെ സംസാരത്തിൽ നിന്നും കൃത്യമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സംയുക്ത വർമ്മയെ പോലെയും ഒക്കെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്ലിനിക്കിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാശ് മുടക്കണം, അതിനകത്ത് സംശയമൊന്നും ഇല്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ 100 രൂപയുടെ മേടിക്കുന്നതും 1000 രൂപയുടെ മേടിക്കുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാധനം എത്രയാണെന്നെങ്കിലും നമുക്കൊരു ബോധം വേണം. എന്നിട്ട് വേണം നമ്മൾ ഈ വില കുറഞ്ഞതിലേക്ക് അന്വേഷിച്ച് പോകാൻ. അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന ആഹാരവും അല്ലെങ്കിൽ മുഖത്ത് തേക്കുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ അതിനൊക്കെ തുണി നല്ലതാണോ എന്ന് നോക്കും, അതിൻ്റെ ഇതാണോ കളർ പോകുമോ എന്ന് നോക്കും, നനച്ചാൽ ചുരുങ്ങുമോ എന്ന് ചോദിക്കുക. നമ്മളൊരു 150 കൂട്ടം കാര്യങ്ങൾ കടക്കാരോട് ചോദിച്ചിട്ടാണ് നമ്മളൊരു തുണി എടുക്കുന്നത്. പക്ഷേ ഇതൊന്നും നോക്കത്തില്ല. നമ്മൾ മുഖത്ത് തേക്കുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഇതൊന്നും നോക്കത്തില്ല. വില കുറഞ്ഞ സാധനങ്ങൾ നോക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ല ക്വാണ്ടിറ്റി നോക്കിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറഞ്ഞെടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ പറയുന്ന വ്ളോഗർമാർക്കൊന്നും തന്നെ അവർക്ക് അതിനെക്കുറിച്ച് വൃത്തിയായിട്ട് ഒരു സംഭവം അവർക്കറിയില്ല. അവർക്ക് പൈസ കൊടുക്കുന്നു, അതനുസരിച്ച് ഈ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് പൈസ കൊടുക്കുന്നു, അവർ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും പറയുന്ന കേട്ട് എന്തെങ്കിലും വാരി തേച്ച് മുഖമൊന്നും ചിത്തയാക്കാതെ നിങ്ങൾ ഒരു ഡെർമറ്റോളജിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് വേണം നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ പോലും ഉപയോഗിക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് കണ്ടപ്പം നമുക്കിങ്ങനെ പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ, എനിക്കിപ്പം മഞ്ഞൾ തേച്ചാൽ എനിക്ക് പറ്റില്ല, എൻ്റെ സ്കിന്നിന് ഒട്ടും പറ്റാത്ത ഒരു സാധനമാണ് മഞ്ഞൾ. അപ്പോൾ ചിലർക്ക് പക്ഷേ മഞ്ഞൾ തേച്ചാൽ നല്ലതാണ്, അങ്ങനെ തേക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതുപോലും നമുക്ക് പലർക്കും പറ്റാത്ത സാധനങ്ങളാണ്, മനസ്സിലായോ? അപ്പം നമുക്ക് പറ്റുന്ന എന്താണെന്ന് അത് അറിയുന്നവരോട് തന്നെ ചോദിച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനത്തിലെത്താൻ. അതല്ലാതെ ഇവരൊന്നും പറയുന്നത് കേട്ട് ഈ പറഞ്ഞ കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരാണ് അവർ പറയുന്നത് കേട്ടിട്ടൊന്നും നമ്മുടെ സ്കിന്നിനെ വൃത്തികേടാക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലാത്തൊരു സ്കിപ്പ് ചെയ്തോ ബ്ലോക്ക് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ എന്നാലും സന്തോഷം.